സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ നിലപാട് തള്ളി KC വേണുഗോപാൽ. ഏതോ ലേഖനത്തിലെ കണക്ക് കണ്ടാണ് തരൂർ അക്കാര്യം പറഞ്ഞത്. ശരിയായ കണക്ക് കിട്ടിയാൽ തിരുത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിലെ വിവാദം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും AICC ജനറൽ സെക്രട്ടറി. മാനിപ്പുലേറ്റഡ് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ PR എക്സസൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്, UDF എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ്. തരൂർജി ഏതോ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എഴുതിയത് അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ അത് മാറ്റി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലക്കെടുക്കാനാണ് ഇപ്പം പാർട്ടി ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായമില്ല. കോൺഗ്രസ് നിങ്ങളുടെ ശ്രമമാണ്. കോൺഗ്രസ് MMS അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ MMSന് പറയാത്ത കാര്യം പറയും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഇവിടെ ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ വേണമെങ്കിൽ വ്യവസായ വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ശശി തരൂരിനെ വെക്കുന്ന കാര്യം പാർട്ടി പരിഗണിക്കുന്നുണ്ടാവും. ആ രീതിയിലാണ് തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ രംഗത്ത് വരുന്നത്. എങ്ങനെ തിരുത്തും ശശി തരൂർ എന്നാണ് KC പറയുന്നത്? ഇനി തിരുത്തൽ ഉണ്ടാവില്ല. നിലവിലുള്ള വിവാദം അവസാനിപ്പിക്കുക എന്നൊരു തന്ത്രമാണ് ഇക്കാര്യത്തിൽ AICC സ്വീകരിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകരുത്. ആ നിർദ്ദേശം തരൂരുമായി പാർട്ടി നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് എന്ന് KC ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. KC ഈ തരൂരിന്റെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പാർലമെന്റ് മാർച്ചിൽ സംസാരിക്കുമ്പോൾ തന്നെ തരൂരിന്റെ നിലപാടിനെ തള്ളി പറഞ്ഞിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളുടെ അടുത്ത് വന്ന് ഇക്കാര്യം നമ്മൾ ചോദിച്ചപ്പോഴും കേരളത്തിലെ സർക്കാർ ഒരു PR എക്സസൈസ് ചെയ്യുകയാണ്, അതിൽ വീണു പോവുകയാണ് തരൂർ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും തരൂരുമായി ബന്ധപ്പെട്ട ഈ വിവാദം അവസാനിപ്പിച്ച് അതേസമയം തന്നെ കേരള സർക്കാരിന്റെ കണക്കെല്ലാം വ്യാജമാണ് എന്ന് അവതരിപ്പിക്കാനാണ് KC ശ്രമിച്ചത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.